ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 46. ഉണ്ണികൃഷ്ണൻ്റെ വായിൽ യശോദ പ്രപഞ്ചം മുഴുവനും കണ്ട കഥ. അയിതേവ പുരാകിലത്വയി സ്വയമുത്താനശയേ സ്തനന്ദയേ പരിജൃംഭണദോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ. പണ്ടൊരിക്കൽ മാതാവിൻ്റെ മടിയിൽ മലർന്നു കിടന്നു മുല കുടിച്ചിരുന്ന അങ്ങ് കോട്ടുവായിടാൻ വേണ്ടി വായ തുറന്നപ്പോൾ യശോദ അതിനുള്ളിൽ സകല ലോകങ്ങളെയും കണ്ടു. പുനരപ്യഥ ബാലകൈ സമം ത്വയിലീലാനിരതേ ജഗൽപദേ ഫലസഞ്ജയവഞ്ചനക്രുധാ തവ മൃദുഭോജനഭൂജുരൂർഭഗാ. ഹേ വിശ്വനാഥ, മറ്റൊരിക്കൽ ബാലകരൊത്ത് ലീലാവിനോദങ്ങളിൽ വ്യാപൃതനായിരുന്ന അങ്ങ് അവരുടെ പഴങ്ങൾ പതിവായി മോഷ്ടിച്ചു. തങ്ങളുടെ നഷ്ടത്തിൽ ക്രുദ്ധരായ ബാലകർ അങ്ങ് മണ്ണു ഭക്ഷിച്ചുവെന്നു പറഞ്ഞു പരത്തി. അയിതേ പ്രളയാവധൗ വിഭോ ക്ഷിതിതോയാദി സമസ്തപക്ഷിണ മൃദുപാശനദോരുജാ ഭവേദിതി ഭീതാ ജനനീ ചുഗോപസാ. മഹാപ്രളയവേളയിൽ ഭൂമി, ജലം ഇത്യാദിയായ ഭൂതങ്ങളെയെല്ലാം ഭക്ഷിക്കാറുള്ള അങ്ങയ്ക്ക് മണ്ണു തിന്നുന്നത് മൂലം എന്തെങ്കിലും രോഗമുണ്ടാകുമെന്ന് ശങ്കിക്കുക മൂലം യശോദ കുപിതയായി. അയി ദുർവിനയാത്മക ത്വയാ കിമു മൃത്സാബദവത്സഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിദദാന്താം പ്രതിജജ്ഞിഷേ ഹസൻ. വികൃതിയായ കൃഷ്ണ, നീ എന്തിനാണ് മണ്ണു തിന്നുന്നത്? ഇത് കഷ്ടമായിപ്പോയി എന്ന് അമ്മയുടെ വാക്കുകേട്ടപ്പോൾ അങ്ങത് അസത്യമാണെന്ന് പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു. അയിതേ സകലൈർവിനിശ്ചിതേ വിമിതിശ്ചേദ്വദനം വ്യദാര്യതാം ഇതി മാതൃബിഭർസിതോ മുഖം വികസൽ പത്മനിഭം വ്യദാരയ. ഹേ കൃഷ്ണ, എല്ലാവരും ദൃഢമായി പറയുന്ന ഇക്കാര്യം നീ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വാ തുറക്കുക എന്നീ പ്രകാരം മാതാവ് ശാസിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തപ്പോൾ വിടർന്നു വരുന്ന താമരമലരിനെ പോലെ അങ്ങ് വാ തുറന്നു. അഭിമൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുദർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാനദീദൃശ. വായിൽ അല്പമെങ്കിലും മണ്ണ് കണ്ടെത്താൻ ഉത്സുകയായിരുന്ന മാതാവിനെ പരിപൂർണമായും സംതൃപ്തയാക്കാനായിരിക്കാം അങ്ങ് ഭൂമിയെ മാത്രമല്ല അഖില ലോകങ്ങളെ കൂടി വായിൽ പ്രദർശിപ്പിച്ചത്. ഗുഹചിദ്വദനാംബുദി ക്വചിൽ ക്വചിദഭ്രംഗുഹചിദ്രസാതലം മനുജാതനുജാത് ക്വചിൽ സുരാ ദദൃശേ കിം ന തദാ ത്വദാനനേ. അപ്പോൾ അങ്ങയുടെ വായിൽ ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് സമുദ്രവും പിന്നെയൊരിടത്ത് ആകാശവും വേറൊരിടത്ത് പാതാളവും മനുഷ്യരും അസുരന്മാരും ദേവന്മാരും എന്നിങ്ങനെ എന്തെല്ലാം എന്തെല്ലാം.
കലശാംബുദിശായിനം പുനഃ പരവൈകുണ്ഠപദാദിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കദിധാ ത്വാം ന ദദർശ സാമുഖേ. അങ്ങയുടെ വദനത്തിനുള്ളിൽ അങ്ങയെ തന്നെ പാലാഴിവാസിയായും ഉന്നതമായ വൈകുണ്ഠവാസിയായും അവൾ കണ്ടു. കൂടാതെ തൻ്റെ മുൻപിൽ സ്വന്തം പുത്രനായി നിൽക്കുന്ന അവസ്ഥയും അവിടെ കണ്ടു. വികസൽ ഭുവനേ മുഖോദരേ നനു ഭൂയോപി തഥാ വിദാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാനനവസ്ഥാം ജഗദാംബദാതനോത്. സ്പഷ്ടമായി തന്നെ നിഖിലഭുവനങ്ങളും പ്രത്യക്ഷമായ അങ്ങയുടെ വായിൽ വീണ്ടും സ്പഷ്ടമായ ഭുവനദർശനത്തോടുകൂടിയ അങ്ങയെയും വീണ്ടും അതിനുള്ളിൽ ആ ദൃശ്യം തന്നെയും കാണപ്പെട്ടു. സ്ഥിതി ചെയ്ത അങ്ങ് ലോകങ്ങളുടെ അനന്തതയെയും പരിധിയില്ലായ്മയെയും വിശദീകരിച്ചു. ധൃതതത്വദിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബദിശേത്യുപാസജൻ ഭഗവന്നത്ഭുതബാല പാഹി മാം. അല്പസമയത്തേക്ക് തത്വജ്ഞാനം ലഭിച്ച ആ മാതാവിനെ വീണ്ടും മോഹവലയത്തിലേക്കാനയിക്കാനായി സ്നേഹധനനായ അങ്ങ് അമ്മേ മുലപ്പാൽ തരൂ എന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് അവരുടെ മേൽ ചെന്ന് പറ്റി നിന്നു. ഹേ അത്ഭുതബാലകനായ ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.